വയനാടിനൊപ്പം നാടൊറ്റക്കെട്ടായി നിൽക്കണമെന്ന സിനിമാ താരം സാജു നവോദയ തന്നെയും കൊണ്ടും സാധിക്കുന്ന തരത്തിൽ സഹായങ്ങൾ മേഖലയിൽ ചെയ്യുമെന്നും സാജു നവോദയ കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. വയനാട് ദുരിതമുഖത്ത് മലയാളികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് വിവിധ സംഘടനകളുണ്ട്, സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ. ഇപ്പം നമ്മളൊപ്പം നടനായിരിക്കുന്ന ഷാജിയേട്ടനാണ്. ചേട്ടാ, നിങ്ങളോട് എത്തിയിരിക്കുകയാണ്. ഈ ജനങ്ങളുടെ ഒപ്പം ദുഃഖത്തിനൊപ്പം പങ്കുചേരുക തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ ക്യാമ്പിൽ പോയിട്ട് വന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത അല്ലെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഈ കുറേ മുഖങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഭയങ്കര സങ്കടകരമായി. ഞാനിപ്പോൾ ഒരു അമ്മ അവിടെ നിന്ന് എൻ്റെ അമ്മ അടുത്തുകൊണ്ട് വന്ന് കരഞ്ഞതെന്ന് വെച്ചാൽ മകൻ കുറേ പേരെ രക്ഷപ്പെടുത്തിയ മകനാണ്. ആ മകനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. ആ മരിച്ച ആ വ്യക്തിയുടെ അമ്മ ഇപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് നമുക്കൊരിക്കലും നമ്മുടെ വീട്ടിൽ നടന്ന പോലെ, എൻ്റെ വീട്ടിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കലാകാരന്മാർ ചേർന്നിട്ട് ഇതുപോലെ കളക്ഷൻ പല സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ നിന്നെല്ലാം ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതെന്ന് അവർക്ക് എത്തിക്കാനായില്ലേ? തീർച്ചയായിട്ടും അത് കൊടുത്ത് ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ഇത് പബ്ലിക്കിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒന്നും ആവശ്യമില്ല, വളരെ എല്ലാം വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ക്യാമ്പിൽ വന്നിട്ട് ഞാൻ കണ്ടത് ദൈവ സത്യം. കാരണം അവരിപ്പോൾ എന്നെ ലിസ്റ്റ് കാണിച്ചേട്ടാ, ഈ ഒരു ലിസ്റ്റാണ് ഇന്ന് പറയണത്, അവിടെ വാളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന പിള്ളേർ. അപ്പോൾ അങ്ങനെ വേണ്ട സാധനങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ. വേണ്ടാത്തത് കൊണ്ടുവന്നതാണ് ഈ ഡംപ് ചെയ്ത് മാറ്റി വെച്ചേക്കണത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഇന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ബ്രെഡ്, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ബണ്ണ് അതൊന്നും നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലും കൂടി നമുക്ക് അധികം ദിവസം വെക്കാൻ പറ്റില്ല. അതൊന്നും കൊണ്ട് ബിസ്ക്കറ്റ്സ് ആണെങ്കിലും സർക്കാർ തന്നെ ഇപ്പോൾ കളക്ടറേറ്റ് ഒരു ലിസ്റ്റ് ഉണ്ട്. ഡൈപ്പർ, നാപ്കിന്, അങ്ങനെയുള്ള ബക്കറ്റുകൾ. അത് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നേക്കണം അതാ, ക്ലീനിങ്ങിനുള്ളതും അതുപോലെ ഡൈപ്പർ, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഇന്നർ വെയർസ്, അങ്ങനെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നേക്കണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നേക്കണത്. തീർച്ചയായിട്ടും ഇത് അവർക്ക് ഏൽപ്പിക്കാൻ സാധിച്ചല്ലോ. ഇപ്പോൾ ഞങ്ങളവിടെ കൊണ്ടു വെച്ചു, അവിടെ ഒരു സ്കൂൾ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഞങ്ങൾ തന്നെ കുളിച്ച് എന്നിട്ട് പാക്ക് ചെയ്ത് എല്ലാവർക്കും അത് കൊടുക്കും. ചില പ്രചരണങ്ങളുണ്ട്, ഇതൊന്നും അവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല, തടയുന്നു, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, നമ്മളെന്താന്ന് പറയട്ടെ, എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാതെ ഇതിന് ഒത്തിരി ആൾക്കാർ മാറി നിൽക്കണം. ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കണവരുണ്ട്, വീട് കാര്യങ്ങളൊക്കെ പോയിട്ട്. ഒരു 10 ദിവസം ബന്ധുക്കൾക്കും, അത് സാധാരണക്കാരായ വീട്ടുകാരല്ലേ, അവർക്കൊരു 10 ദിവസം ഇത്രയും ഫാമിലിനെ ഒന്നിച്ച് നോക്കാൻ പറ്റും. അപ്പം നമ്മൾ അവരെയും കൂടി കണ്ടെത്തിയിട്ട് അവിടെയും കൂടി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. എല്ലാ ആളുകൾക്കും കൊടുക്കണം എന്നാൽ അതെ, എല്ലാവർക്കും കൊടുക്കണം. കാരണം ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും ഞാൻ കേട്ടത്, ഞങ്ങളിങ്ങനെ സംഭവം കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും പല ആൾക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞ ഒരു മെസ്സേജ് ഇട്ട്, ഇന്ന പോലെ ഒരു സംഭവം നമ്മൾ പോകുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും സഹായിക്കണോട്ടാന്ന് നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഗ്രൂപ്പിൽ വേറൊരു ഓഡിയോ വരുവാണ്, ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ദൈവത്തോർത്ത് ഇതൊന്നും കൂടെ കൊണ്ടുവരരുത്, അങ്ങനത്തെ ഓഡിയോകളൊക്കെ ആയിട്ടാണ്. അത്തരം ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം, ഒരു മാധ്യമപ്രവർത്തനം പറയുവാണ്, കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ജില്ലാ ഭരണകൂടമുണ്ട്, കളക്ടറേറ്റ് ഉണ്ട്. അവിടെ നേരിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായ വിവരങ്ങൾ ഇതിനകത്ത് ലഭിക്കും. ആളുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യാജ സന്ദേശങ്ങൾക്ക് പുറകെ പോവാതെ കൃത്യമായിട്ട് കളക്ടറേറ്റുമായിട്ട് വയനാട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ ബന്ധപ്പെടുക. ഇപ്പോൾ അങ്ങേപ്പോഴുള്ളവർ കാണിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയ സന്ദേശം കൂടിയാണ്. കാരണം ഒരു സമൂഹം ഒന്നാകെ ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ സംഭവിച്ച, എൻ്റെ കൂടപ്പുറപ്പിൽ സംഭവിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ദിവസം കളക്ട് ചെയ്യും. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എല്ലാ മാസവും ഇവർ ഒന്ന് സെറ്റാവണവരെയും, ഇപ്പോൾ നഷ്ടപ്പെട്ട ഫാമിലി, കൂടപ്പുറപ്പ് നഷ്ടപ്പെട്ടത്, വീട് നഷ്ടപ്പെട്ട, ഇവർക്കൊരു വീടായി എല്ലാവരും സെറ്റാവണവരെ എല്ലാ മാസവും ഞങ്ങൾ കൊണ്ടുവരും. ഇതുപോലെ തന്നെ കൊണ്ടുവന്നവരെത്തിക്കും ഞങ്ങൾ. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങളെ ആകെ ചിരിപ്പിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കരയുമ്പോൾ അതിൻ്റെ കൂടെയും നിൽക്കുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യം. നന്ദിയുണ്ട് അതിൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന മേപ്പാടിയാണ്. മേപ്പാടിയിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുമാറിനൊപ്പം സുജു ടി ബാബു.